Hi friends, Assalamu alaikum. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Poco M2 Pro ഒരു മാസത്തിന് ശേഷം പിന്നെ അതിന്റെ പുതിയ അപ്ഡേഷനായ MIUI 12 വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ പോയി ആ ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഓളും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ കഴിയുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഇങ്ങനെ ഡൗൺലോഡ് ആവുന്ന ഒരു ചിഹ്നം കാണിക്കും. ഏകദേശം ഒരു 650 MBയോളം നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നല്ല സ്പീഡുള്ള നെറ്റ് ഉപയോഗിക്കാനാണ് നല്ലത്. വൈഫൈ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇനി സിസ്റ്റം നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ സെറ്റിങ്സിൽ കയറി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് കുറച്ചുകൂടി ഡാറ്റ കൂടുതലായിട്ട് ആകുന്നുണ്ട്. ഇനി നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസിലാണ് കാണുന്നത്. ഇനി അതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് കടന്നു നോക്കാം. സെറ്റിങ്സിൽ ആദ്യമായിട്ട് എബൌട്ട് ഫോണിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റോറേജ് സ്പേസിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരു വെള്ളം ഇങ്ങനെ എടുക്കുന്ന പോലുള്ള സംഗതി വന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്റ്റോറേജിൻ്റെ എല്ലാം സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കളറിൽ കാണിക്കുന്നുണ്ട്. ഇത് ഫോണൊരു നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഡാറ്റകളും അതിന് സെപ്പറേറ്റ് ആയിട്ട് കളറ് തിരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അത് കാര്യമായിട്ടുള്ളതാണ്. ഇനി ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ആ ഇതാണ് 3 ഡോട്ട് കാണുന്ന ആ സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏറ്റവും പുതിയ ഡൗൺലോഡ് പാക്കേജ് നമുക്ക് അതിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഏകദേശം ഒരു 2 GB ആണ് ഞാനൊരിക്കൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ കണ്ടത്. പക്ഷേ ഈ 12 വേർഷൻ തന്നെയാണ് അതിൽ നിന്ന് കിട്ടിയത്. പുതിയതായ അപ്ഡേറ്റ് ഒന്നും അതിൽ വന്നിട്ടില്ല. പിന്നീട് നമ്മൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റം ആപ്പ് അപ്ഡേറ്ററാണ്. അതിൽ നമുക്ക് തീംസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നീട് സിം കാർഡ് മൊബൈൽ നെറ്റ്വർക്കിലാണ് കാര്യമായി മാറ്റം വന്നിട്ടുള്ളത്. അത് സിമ്മൊക്കെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. പിന്നീട് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ലോക്ക് സ്ക്രീനിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ആ ലേഔട്ട് മാറ്റാവുന്ന തരത്തിൽ ഉള്ള ചിഹ്നങ്ങളാണത്. അതായത് വ്യത്യസ്ത രൂപത്തിൽ കാണിക്കുന്ന ഒരു ലേഔട്ടാണ് ലോക്ക് സ്ക്രീൻ ലേഔട്ട്. പിന്നീട് ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായി മാറ്റം കാണുന്നുണ്ട്. റീഡിംഗ് മോഡാണ്. ഇത് സ്ക്രീൻ റെക്കോർഡിൽ ആയതുകൊണ്ട് ആ സ്ക്രീൻ മോഡിൻ്റെ ആ ഒരു കളർ ഇതിൽ കാണിക്കുന്നില്ല. പക്ഷെ അത് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നല്ല ഒരു കളറ് കാണിക്കും. പിന്നെ ഡാർക്ക് മോഡാണ്. ഈ ഡാർക്ക് മോഡ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലാക്ക് നിറത്തിൽ കാണുന്നുണ്ട്. മുമ്പത്തെ വേർഷനേക്കാൾ കുറച്ച് കൂടുതൽ വ്യക്തത എല്ലാ ഓപ്ഷനിലും കാണുന്നുണ്ട്. നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാത്ത രൂപത്തിലാണ് ഇൻ്റർഫേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നീട് കാര്യമായി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 12 വേർഷന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് കാണുന്നത്. അത് മാറണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ പോയി കൺട്രോൾ സെൻറ്റർ എന്ന ഓപ്ഷനിൽ നിന്ന് യൂസ് ന്യൂ കൺട്രോൾ സെൻറ്റർ എന്ന ആ ഓപ്ഷന് ആക്റ്റീവ് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ മാറ്റം ശരിക്കും തിരിച്ചറിയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഇടത്തെ ഭാഗത്ത് വരുന്നത് നോട്ടിഫിക്കേഷൻ മാത്രമാണ്. ഇതിൽ നമുക്ക് വന്ന
എല്ലാ നോട്ടിഫിക്കേഷനും കാണാൻ സാധിക്കും. ഇനി വലത്തെ ഭാഗത്ത് ആണ് ഇപ്പോൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. കൺട്രോൾ സെൻറ്ററിൽ നിന്നൊരു പ്രത്യേക ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ എല്ലാം ഒരു പ്രത്യേക വലിപ്പത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ ഐഫോണിലൊക്കെ ഉള്ള പോലെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കാണുന്നത്. ഇത് ടോർച്ചും അതേപോലെ തന്നെ വലിയ ഡിസ്പ്ലേ ആയിട്ടാണ് കാണുന്നത്. മൊത്തത്തിലൊരു ആനിമേഷൻ ലുക്ക് ഇതിന് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ 12 വെർഷൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ രൂപത്തിൽ ഇത് കാണിക്കുന്നത് ഫോണിനൊരു പ്രൗഡി കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് പോവാം. വീണ്ടും സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട് സെക്ഷനാണ്. എല്ലാ സൗണ്ട് സെക്ഷനും നല്ല വലിപ്പത്തിൽ തന്നെ കാണുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അഡീഷണൽ സെറ്റിങ്സിൽ വ്യത്യസ്ത സൗണ്ടിന് ആക്റ്റീവാക്കി കൊടുക്കുന്ന ബട്ടണുകളാണുള്ളത്. പിന്നീട് തീംസിലേക്ക് പോയി കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് തീം ഇതിൽ നൽകിയിട്ടുണ്ട്. അതിലുള്ള തീമുകൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ വാൾപേപ്പർ ഒരുപാട് ഉണ്ട്. അത് വല്ല കിടിലം വാൾപേപ്പറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഫോണിൽ വ്യത്യസ്ത തരത്തിലുള്ള വാൾപേപ്പറുകൾ ഇതുപോലെ നമുക്ക് ഈ 12 വെർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിങ്ങനെ നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് സെറ്റിങ്സിൽ നമ്മൾ പോയാൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന സെക്ഷനിൽ പോയാൽ മെയിനായിട്ട് ഇതിൽ പുതിയത് വന്നിട്ടുള്ള എല്ലാം വലുതായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. അതിൽ ഫേസ് ലോക്ക് നമ്മൾ വേറൊരു യൂസർ കൂടി ഉണ്ടെങ്കിൽ ആ ഫേസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ പാസ്വേഡ് കൊടുത്ത ഒരു സെക്കൻഡ് പേഴ്സണെ കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ബാറ്ററി സെക്ഷനിലേക്ക് പോയാൽ വലിയ ഡിസ്പ്ലേ രൂപത്തിലാണ് അതിൻ്റെ ബാറ്ററിയുടെ ശതമാനം കാണിക്കുന്നത്. ഇത് വളരെ നമുക്ക് വ്യക്തമായി കാണാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേക്ക് വന്നാൽ ശരിക്കും നമുക്ക് മാറ്റം അനുഭവിക്കുന്നത് ഈ കൺട്രോൾ സെൻറ്ററിലാണ്. ഇതിലൊരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതെല്ലാം വല്ല വലുപ്പത്തിൽ തന്നെയാണ് ഇതെല്ലാം കാണുന്നത്. ഇത് നമ്മളെ ബാറ്ററി ഒരു 5% എത്തിക്കഴിഞ്ഞാൽ ഈ മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കോൾ ചെയ്യാൻ സാധിക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എടുത്തു പറയുന്നത്. പിന്നെ അതിൽ നമുക്ക് റിമൂവ് ആവുന്നതാണ്. ബാറ്ററി ചാർജിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു മോഡ് പോകും. പിന്നീട് നമ്മളെ വെതർ സെക്ഷനാണ്. ഈ വെതർ നമ്മളെ പുറത്തുള്ള വെതറിനനുസരിച്ചിട്ട് ഒരു ആനിമേഷൻ ടൈപ്പിൽ ഇത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. പിന്നെ നമ്മൾ ഐക്കൺ സൈസാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഐക്കൺ ഇതിലൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് വിൻഡോ ആണ്. ഇത് രണ്ടാമത്തെ ഓപ്ഷന് ലോങ് പ്രസ് ചെയ്താൽ ഈ വിൻഡോസ് നമ്മളെ ഡിസ്പ്ലേക്ക് ഫ്രണ്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചലിപ്പിക്കാൻ സാധിക്കും. ഇത് കിട്ടുന്നില്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നൊരു ഓപ്ഷന് നമ്മളുടെ ആ ഡിസ്പ്ലേ താഴ്ത്തിയാൽ
കിട്ടും. ഇതിന് താഴെ കാണുന്ന അത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാം. ഇതൊരു എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നീട് ഇതുപോലെ വലിപ്പത്തിൽ ആക്കുകയും ചെയ്യാം. എടുത്ത് പറയത്തക്ക ഒരു പ്രത്യേകത ഈ കൺട്രോൾ സെൻറ്ററിലുള്ള ഈ മാറ്റമാണ്. ഇത് വളരെ ഭംഗി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫോണിന്. തികച്ചും വേറൊരു ഫോൺ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ ഈ കൺട്രോൾ സെൻറ്ററിലെ ഈ മാറ്റത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു സ്മൂത്ത് എല്ലാ ആപ്ലിക്കേഷൻ്റെ വർക്കിങ്ങിലും കാണുന്നുണ്ട്. പിന്നീട് ഇതാണ് ഈ കളറ് സ്കീമാണ്. ഇത് നമ്മൾ വ്യത്യസ്ത തലത്തിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ കളറ് അങ്ങനെ മാറി വരും. ഇത് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് അതിൻ്റെ കളർ മാറ്റം തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് ഫോണ്ട് സൈസാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഫോണ്ട് നമ്മളുടെ ഇതിലുണ്ട്. ചെറുതായും വലുതായൊക്കെ നമുക്ക് കാഴ്ചക്ക് അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ ഇതിലൂടെ സാധിക്കും ഫോണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡാർക്ക് രൂപത്തിലും അതേപോലെ തന്നെ ലൈറ്റ് രൂപത്തിലൊക്കെ നമുക്ക് മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ലൈറ്റായിട്ട് തന്നെ ഞാൻ ഈ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് കുറച്ചും കൂടി വ്യക്തമായി കാണാൻ അത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറക്കുവാനും കഴിയുന്നൊരു ഓപ്ഷനാണിത്. അടുത്തത് ക്യാമറയിലേക്ക് പോയാൽ വളരെ വ്യത്യസ്ത രൂപത്തിലാണ് ക്യാമറൻ്റെ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. ഇത് ഫുൾ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ ഫുള്ള് വൈഡായിട്ട് ആ ഫോട്ടോ നമുക്ക് നമ്മളുടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വ്യത്യസ്ത മോഡുകളിലേക്ക് മാറ്റിയാൽ നല്ലൊരു ഫീലിംഗ് നമുക്ക് ചിത്രങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിലേറ്റവും അവസാനം മോർ എന്നൊരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷന് അതിലുണ്ട്. അത് നമുക്ക് ഫോൺ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓവറോൾ വളരെ നല്ല ഒരു മാറ്റമാണ് ഈ MIUI 12 വേർഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.